ഇപ്പോൾ കോഴിക്കോട് എളമരം കരി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. മുഴുവൻ കണ്ടു. പല ചാനലുകളും അത് സംപ്രേഷണം ചെയ്തു. ഇന്ന് ചില പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഒരു സംഘം ഈ ചാനൽ പ്രവർത്തകരാണ് ഇവരെ സമീപിച്ചത്. അതവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, അവരുടെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. TV9 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഉമേഷ് പാട്ടീൽ, കുൽദീപ് ശുക്ല, രാംകുമാർ, അഭിഷേക് കുമാർ, ബ്രിജേഷ് തിവാരി. ഇത് പബ്ലിഷ് ചെയ്തുകൊണ്ടുള്ള യൂട്യൂബിൽ ഈ വന്ന ആളുകളെക്കുറിച്ചുള്ള പേരുകൾ അവർ നൽകിയിട്ടുണ്ട്. അതിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇവരൊരു ബിസിനസ് ഗ്രൂപ്പാണ് എന്ന് പരിചയപ്പെടുത്തിയാണ് മാർച്ച് 10-ന് MK രാഘവന്റെ വീട്ടിൽ ചെല്ലുന്നത്. എന്നിട്ട് അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്, അതിലൊരു ആൾക്ക് കോഴിക്കോട് ഒരു 5-സ്റ്റാർ ഹോട്ടൽ സ്ഥാപിക്കണമെന്ന് ഉദ്ദേശമുണ്ട്, അതിനാവശ്യമായ സഹായം ചെയ്യണം എന്നാണ് അത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അവർ ടെലികാസ്റ്റ് ചെയ്ത പോർഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതിനടിസ്ഥാനപ്പെടുത്തി നടത്തിയ ചർച്ചയുടെ ടെലികാസ്റ്റ് ചെയ്ത ഹിന്ദിയിലുള്ള ഭാഗത്തിൻ്റെ മലയാള തർജ്ജമ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളിൽ പലരുടെയും കയ്യിലുണ്ടാവും. MP അദ്ദേഹത്തെ അവരോട് ചോദിക്കേണ്ട എത്ര ഭൂമിയാണ് നിങ്ങൾക്ക് വേണ്ടി വരും ഈ ആവശ്യത്തിന്. ഒരു 10-15 ഏക്കർ വേണ്ടി വരും. ഹിന്ദിയിലുള്ള സംഭാഷണം വേണ്ടത്ര പൂർണ്ണതോതിൽ വളരെ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല. 50 ഏക്കറാണോ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതല്ല, 15 ഏക്കർ 15 എന്നവർ കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ ആ സംഭാഷണം തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് എങ്ങനെയാണ് എന്ന് പോവുകയാണ്. പിന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അവർ കൂടുതൽ ചർച്ച ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നത്, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കള്ളപ്പണം ഉപയോഗിക്കുന്നു എന്നത് വെളിച്ചത്ത് കൊണ്ടുവരാൻ നടത്തിയ ഒരു ഓപ്പറേഷനാണിതെന്നാണ്. കാരണം 15 MP-മാരുടെ ഇൻ്റർവ്യൂ ഇവർ നടത്തിയിട്ടുണ്ട്. അതിൽ പലതും ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ചെലവഴിക്കുന്നു, അതിനോടൊന്ന് പണം വരുന്നു എന്ന് വ്യക്തമാകാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്ന് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇവർ തന്നോട് സംസാരിച്ചു എന്ന് MP തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ സത്യവുമായി പുലബന്ധമില്ലാത്ത ആരോപണം എന്ന് രാഘവൻ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചെലവിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. അപ്പം ഇങ്ങനൊരു സംഘം വന്ന് കണ്ടു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, അവർ സംസാരിച്ചു എന്ന് സമ്മതിക്കുന്നുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് ചെലവ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ ആരോടും പണം ആവശ്യപ്പെടുകയോ സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. മാത്രമല്ല, പൊതുപ്രവർത്തകനെന്ന നിലയിൽ പലരും എന്നെ സമീപിക്കാറുണ്ടെന്നും അത്തരത്തിലൊരു ചർച്ചയെന്ന മട്ടിൽ സമീപിച്ച് വഞ്ചിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് വെച്ചാൽ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പുറത്തു വിടുക എന്ന ഉദ്ദേശത്തോടെ വന്നവരാണ്. ആ ഉദ്ദേശം നേരത്തെ പറഞ്ഞിട്ടില്ല, അതാണ് വഞ്ചന. ഇപ്പം ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ ടീം വീട്ടിൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. ആ ദൃശ്യത്തിൽ കാണുന്ന വീട് അദ്ദേഹത്തിൻ്റെതാണെന്ന് അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, കോഴിക്കോട്ടുകാർക്ക് പ്രത്യേകിച്ച് അറിയാം. സംഭാഷണത്തിൽ കേൾക്കുന്ന ശബ്ദം അദ്ദേഹത്തിൻ്റെതാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും തിരിച്ചറിയാനാവും. അദ്ദേഹത്തിൻ്റെ സാധാരണ സംഭാഷണ രീതി, അദ്ദേഹത്തിൻ്റെ ഇരുത്തം, പിന്നെ പെരുമാറ്റം, ഇതിൽ നിന്നെല്ലാം അത് രാഘവനാണെന്ന് നിസ്സംശയം ആർക്കും പറയാനാവും. അദ്ദേഹം തന്നെ സംസാരിക്കുന്നു, ഇവർ വന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇവരും തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തതെന്ന് ഇവരുടെ വാർത്താ സംപ്രേഷണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലവർ
ഇവരോട് ചോദിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ എന്ത് വേണ്ടി വരും. MP പറയുന്ന ഒരു 15-20 കോടിയോളം രൂപ വേണ്ടി വരും. ഏതിനാണ് ഈ ചെലവുകൾ അധികം വരുന്നത് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ മറുപടി അച്ചടി സാമഗ്രികൾ, പോസ്റ്റർ, ബാനർ തുടങ്ങിയവ ഉണ്ടാക്കാനാണ് അധികം ചെലവ് വരുന്നത്. എല്ലാ ചെലവും ക്യാഷ് രൂപത്തിലാണോ? മിക്കവാറും എല്ലാം പണമിടപാടുകളാണ് അദ്ദേഹം പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം ചെലവുകൾ എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ച് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം റിട്ടേണിംഗ് ഓഫീസർമാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മീറ്റിംഗ് വിളിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. ആ ബാങ്കിലേക്ക് പണം വരുന്നതിന് വ്യക്തത ഉണ്ടാവണം. എവിടുന്ന് പണം വരുന്നു? ചെക്ക് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ആയിരിക്കണം. ചെലവഴിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ചെക്ക് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ആയിരിക്കണം എന്ന് കൃത്യമായ നിർദ്ദേശം നിലനിൽക്കെ ഇതെല്ലാം പണ അടിസ്ഥാനത്തിലാണ് ചെലവാക്കുന്നത് എന്ന് ഒരു സ്ഥാനാർത്ഥി പറയുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പരസ്യമായി ലംഘിക്കും എന്നതിൻ്റെ സൂചനയാണ്. 20 കോടിയും പണരൂപത്തിൽ തന്നെയാണോ ചെലവ് വരുന്നത്? അദ്ദേഹം ക്ലാരിഫൈ ചെയ്യാണ്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന ഒരു കണക്ക്, അതൊഴിച്ച് ബാക്കിയെല്ലാം പണ ഇടപാടുകളാണ്. അപര സ്ഥാനാർത്ഥികളെയും മറ്റും നിർത്താനും ചെലവില്ലേ? ഈ TV-കാർ ചോദിക്കുകയാണ്. UP പോലുള്ളിടത്തുണ്ടാവുന്ന അതേ രീതിയാണോ ഇവിടെ ഉണ്ടാകുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, MP അതെ, ഇത്തരം സ്ഥാനാർത്ഥികൾക്ക് നിങ്ങൾ എത്ര രൂപയാണ് കൊടുക്കുന്നത്? രാഹുൽ ഗാന്ധി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി വയനാട് കളക്ട്രേറ്റിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്ക് ഒപ്പം ഉണ്ട്. കോഴിക്കോട് വിക്രം മൈതാനിയിൽ നിന്ന് 10:45 ഹെലികോപ്റ്ററിൽ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുൽ വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. SKMJ സ്കൂൾ ഗ്രൗണ്ടിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വന്നിറങ്ങിയത്. ഇപ്പോൾ രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇപ്പോൾ കോഴിക്കോട് എളമരം കരീം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഞങ്ങൾ പണം തരാൻ തയ്യാറാണ്. അത് പണമായി വേണോ അതോ ചെക്കോ? MP പണമായി തരുന്നതാണ് നല്ലത്. TV പണമായി തരണമെങ്കിൽ ഞങ്ങൾക്ക് ദില്ലിയിലോ നോയിഡയിലോ മാത്രമേ പറ്റൂ. എൻ്റെ ഡൽഹിയിലെ ഓഫീസിൽ എത്തിച്ചാൽ മതി. ഞാനും എൻ്റെ സെക്രട്ടറിയോട് നിങ്ങളെ ബന്ധപ്പെടാൻ പറയാം. TV ഞങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ എത്തിക്കാം. MP ഓക്കെ. TV ഞങ്ങൾ 5 കോടി രൂപ നിങ്ങൾക്ക് തരാം. ഞങ്ങൾ നിങ്ങളുടെ ഡൽഹിയിലെ സെക്രട്ടറിയുമായി ബന്ധപ്പെടാൻ. രാഹുൽ ഗാന്ധി വയനാട് കളക്ട്രേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. രാഹുൽ ഗാന്ധി വയനാട് കളക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതായി വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്നു തന്നെ രാഹുൽ പത്രികാ സമർപ്പണത്തിന് ശേഷം തിരികെ മടങ്ങും എന്നുള്ള വാർത്തകളാണ് ലഭിക്കുന്നത്. രാഹുലിനെ സ്വീകരിക്കാൻ ഒട്ടേറെ പ്രവർത്തകരാണ് വയനാട്ടിൽ എത്തിയിരിക്കുന്നത്. വൈത്തിരി വെടിവയ്പ്പിന് തിരിച്ചടിക്കുമെന്ന മാവോയിസ്റ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിലാണ് മേഖല. SPG നിയന്ത്രണത്തിലാണ് കൽപ്പറ്റയും കോഴിക്കോട് വയനാട് ജില്ലകളിൽ കനത്ത സുരക്ഷ കൂടിയാണ് രാഹുലിന്റെ വരവിന് മുന്നോടിയായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമായിരിക്കും രാഹുലും പ്രിയങ്കയും റോഡ് ഷോ നടത്തുക എന്നുള്ള വാർത്തകൾ കൂടി ഘട്ടത്തിൽ വരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, വിശദാംശങ്ങൾ എന്താണ്?
രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങി നിരവധി നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ കളക്ടറേറ്റിൽ എത്തിയിരിക്കുന്നത്. വയനാട് ജില്ലാ കളക്ടറേറ്റിൽ കൽപ്പറ്റയിൽ എത്തിയിരിക്കുന്നത്. കൽപ്പറ്റ SKMJ സ്കൂളിൽ ഹെലികോപ്റ്ററിൽ ഏതാണ്ട് 11 കാലോടുകൂടിയാണ് അദ്ദേഹം കോഴിക്കോട് നിന്ന് എത്തിയത്. തുറന്ന ജീപ്പിൽ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് കൽപ്പറ്റ കളക്ടറേറ്റ് വരെയുള്ള ദൂരം അദ്ദേഹം സഞ്ചരിച്ചു. തുറന്ന ജീപ്പിൽ റോഡിന് ഇരുവശത്തും ഉള്ള പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആണ് അദ്ദേഹം കളക്ടറേറ്റിലേക്ക് പോയത്. ഏതാണ്ട് പത്രിക സമർപ്പിച്ച ശേഷം കൽപ്പറ്റ നഗരത്തിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ റോഡ് ഷോ ഏതാണ്ട് 2 കിലോമീറ്ററോളം ആണ് റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ സന്നാഹമാണ് കൽപ്പറ്റ നഗരത്തിൽ, പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ഭീഷണിയെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൽപ്പറ്റ നഗരം ഏതാണ്ട് മുഴുവനായും പ്രത്യേക സുരക്ഷാ സംഘങ്ങളുടെ സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ. ഏതായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിക്കുകയാണ്. പത്രിക സമർപ്പിച്ച ശേഷം റോഡ് ഷോയിൽ പരിപാടിയുടെ ഭാഗമായി റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന UDF കോൺഗ്രസിലെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന റോഡ് ഷോ ആയിരിക്കും അത്. ഇതിൽ കൂടി പങ്കെടുത്ത ശേഷം ഏതാണ്ട് 1 മണിക്കൂറോളം നീളുന്ന പരിപാടികൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു പോകുമെന്നാണ് അറിയിച്ചത്. ഒപ്പം അനൂപ്, വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഹുലിന്റെ വരവിനോടനുബന്ധിച്ച് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? വലിയ സുരക്ഷാ സന്നാഹത്തിന് നടുവിലാണ് വയനാട്. രാഹുൽ ഗാന്ധി വരുമെന്ന് അറിയിച്ചതിന് ശേഷം പ്രത്യേക സുരക്ഷാ സംഘങ്ങൾ വയനാട്ടിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ഇടം, അതുപോലെ തന്നെ കളക്ടറേറ്റ് പോലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ പ്രത്യേക സുരക്ഷാ സംഘങ്ങളുടെ സുരക്ഷാ വലയത്തിന് കീഴിലായിരുന്നു. മാവോയിസ്റ്റ് സാന്നിധ്യം സ്വീകരിക്കുകയും പല മേഖലകളിലും മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ സുരക്ഷാ സന്നാഹം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സുരക്ഷാ ഏജൻസികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൽപ്പറ്റ നഗരത്തിൽ ബാരിക്കേഡുകൾ തീർച്ചിട്ടുണ്ട്. പ്രവർത്തകർ അതിക്രമിച്ച് കടക്കാൻ പറ്റുന്ന സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ബാരിക്കേഡുകൾ തീർച്ചിട്ടുണ്ട്. ഈ മേഖലകളിലെല്ലാം തന്നെ പോലീസ് നിരീക്ഷണം ശക്തമാണ്. ഇപ്പോൾ അദ്ദേഹം പത്രിക സമർപ്പിച്ച് തിരിച്ചു പോകുന്നത് വരെയുള്ള മേഖലകൾ വലിയ ജാഗ്രതയോടുകൂടിയാണ് പോലീസും ദേശീയ സുരക്ഷാ ഏജൻസികളും നടത്തി. അനൂപ്, രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണത്തിന് ശേഷമുള്ള മറ്റ് കാര്യപരിപാടികൾ എന്തൊക്കെയാണ്? ഇന്ന് തന്നെ അദ്ദേഹം തിരിച്ചു മടങ്ങുമോ? ഏതാണ്ട് 1 മണിക്കൂറോളം നീളുന്ന പരിപാടി മാത്രമേ അദ്ദേഹത്തിന് കൽപ്പറ്റയിൽ നിന്നുള്ളൂ. പ്രധാന പരിപാടികളുടെ ഭാഗമായുള്ള റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. KPCC ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ സുരക്ഷാ സംഘങ്ങളുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും റോഡ് ഷോയുടെ കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ആയിരിക്കും അദ്ദേഹം പ്രവർത്തകരെ കാണുവാൻ എത്തുക. റോഡ് കൽപ്പറ്റ നഗരത്തിൽ ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം ഇതുമായി ബന്ധപ്പെട്ട വാഹന ഗതാഗതവും എല്ലാം നിരോധിച്ചുകൊണ്ടുള്ളൊരു സജ്ജീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഈ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ ഈ റോഡിലായിരിക്കും അദ്ദേഹം റോഡ് ഷോ സംഘടിപ്പിക്കുക. നേരത്തെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ശേഷം 6 കിലോമീറ്ററോളം ദൂരം തുറന്ന ജീപ്പിലാണ് സഞ്ചരിച്ചത്. ഈ വശത്തും ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിർത്തിയ പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നു. ഇവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കളക്ടറേറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയി. ഇതിനുശേഷം റോഡ് ഷോ സംഘടിപ്പിക്കും. ഈ റോഡ് ഷോ മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഇന്നുള്ള പ്രധാനപ്പെട്ട പ്രചരണ പരിപാടി. റോഡ് ഷോ ഏതാണ്ട് 1 മണിക്കൂറോളം നീളും എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇത് എന്നാൽ സുരക്ഷാ ഏജൻസി സംഘങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും ഇതിന്റെ സമയക്രമീകരണം ഉണ്ടാവുക. ഏതായാലും പ്രധാനപ്പെട്ട പ്രചരണ പരിപാടി ഇനി നടക്കാനുള്ളത് അദ്ദേഹത്തിന്റെ കൽപ്പറ്റ നഗരത്തിലെ റോഡ് ഷോയാണ്. വ്യക്തമാണ് അനൂപ്. വയനാട് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് വയനാട് കളക്ടറേറ്റിൽ. തത്സമയ ദൃശ്യങ്ങളും വാർത്തയുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് ഇപ്പോൾ എളമരം കരീം കോഴിക്കോട് പ്രസ് ക്ലബിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സ്ഥാനാർത്ഥികളും ഇങ്ങനെ പണം കൈപ്പറ്റുന്നു എന്ന് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ഈ ചാനൽ ചെയ്തത്. അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ്. BJP ഇതുപോലെ തന്നെ ആ കോടാനുകോടി രൂപയാണ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. അവരും വ്യത്യസ്തമൊന്നുമല്ല. അവർ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ഫണ്ട് സ്വീകരിച്ചത് BJP ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ ബോണ്ട് വഴി 222 കോടി രൂപ കൈപ്പറ്റിയതിൽ 95% പോയത് BJP അക്കൗണ്ടിലേക്കാണ്.
അതിൻ്റെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ആരാണ് ഈ ബോണ്ടിൽ പണം നിക്ഷേപിച്ചതെന്ന് ഒരിക്കലും വിളിച്ചത് വരില്ല. ഇത് BJPക്ക് കോർപ്പറേറ്റുകളിൽ നിന്ന് പണം സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥയാണ്. BJP ഗവൺമെൻറ് വളരെ വിവാദപരമായ ഒരു വ്യവസ്ഥയാണ്. ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർത്തായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഗവൺമെൻറ്റിന് ഭൂരിപക്ഷമുള്ളതുകൊണ്ട് അവർ ചെയ്തു. അതുപോലെ മറ്റ് കോർപ്പറേറ്റ് ഫണ്ടിങ്, നിരവധി കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. റഫേൽ ഇടപാട് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അഴിമതി ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞതാണ്. അപ്പോൾ BJPക്കും അതിന് സാധ്യതയുണ്ട്, കോൺഗ്രസും അതേ പാതയിൽ സഞ്ചരിക്കുന്നു. ഇതാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്, ഒരു കമ്പനിയാണെന്ന് പറഞ്ഞു വരുന്ന ഒരു സംഘം, അത് കമ്പനിയാണെന്നായിരിക്കുമല്ലോ അദ്ദേഹം ധരിച്ചിട്ടുണ്ടാവുക. ഒരു വ്യവസായ സംരംഭക ഗ്രൂപ്പാണ്, അല്ലെ അവരുടെ പ്രൊമോട്ടേഴ്സാണ് എന്ന ധാരണയിൽ ചർച്ച ചെയ്യുമ്പോൾ, ആ സംരംഭം സ്ഥാപിക്കുന്നതിന് ഭൂമിയും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിൻ്റെ പ്രതിഫലമായി 5 കോടി രൂപ അവർ ഓഫർ ചെയ്തത് സ്വീകരിക്കാമെന്ന് സമ്മതിക്കുന്നതും, അത് തൻ്റെ സെക്രട്ടറി ഏൽപ്പിച്ചാൽ മതി, പണമായി വേണം, സെക്രട്ടറിയുടെ നമ്പർ തരാം, പരസ്പരം കോൺടാക്റ്റ് ചെയ്യാം എന്ന് പറയുന്ന സംഭാഷണം നിസ്സംശയമായി അദ്ദേഹത്തിൻ്റെ പങ്ക് വെളിപ്പെടുത്തുന്നതാണ്. ഇത് വ്യക്തിഹത്യയാണ്, അല്ലെ തന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ അത് സാധാരണയിൽ കുടുങ്ങുന്ന എല്ലാവരും പറയുന്നതാണ്. അതല്ലാതെ അദ്ദേഹത്തിന് എന്താ പറയാൻ സാധിക്കുക? ഇന്നലെ ഈ വാർത്ത പുറത്ത് വന്നത് വൈകുന്നേരം ഒരു 4 മണി 5 മണിയോടുകൂടിയാണ്. 5 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പരിപാടികളെല്ലാം അദ്ദേഹം ക്യാൻസൽ ചെയ്തു. 8 മണി വരെയുള്ള പര്യടന പരിപാടിയുടെ വാർത്തകൾ അദ്ദേഹത്തിൻ്റെ മീഡിയ ടീം നേരത്തെ മീഡിയാസിന് അയച്ചു തന്നിരുന്നു. അത് പിന്നീട് അവർ തിരുത്തി. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ എയർപോർട്ട് പോയതാണെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ പോയിട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പലർക്കും അറിയാം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. രാഹുൽ ഗാന്ധി ഗസ്റ്റ് ഹൗസിലെത്തിയപ്പോൾ അവിടെ പോയതാന്ന് പറഞ്ഞു, അവിടെ എത്തിയിട്ടില്ല. പരിഭ്രാന്തനായി ഇതിനെങ്ങനെ മറുപടി പറയും എന്നതിനെക്കുറിച്ച് ആലോചിച്ചതാവാം. പിന്നീട് അദ്ദേഹം ഒരു പരാതി പോലീസിനോ കലക്ടർക്കൊക്കെ കൊടുത്തതായിട്ട് കേൾക്കാൻ സാധിച്ചു. അതൊക്കെ സ്വാഭാവികമാണ്. ഇതിൽ മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. അത്രമാത്രം സുവ്യക്തമാണ് ഈ ആക്ഷേപങ്ങൾ. ഇത്തരം ഒരു കോഴ അല്ലെങ്കിൽ പാരിതോഷികം ഒരു സംരംഭകരിൽ നിന്ന് കൈപ്പറ്റാമെന്ന് സമ്മതിച്ച അദ്ദേഹത്തിൻ്റെ സംഭാഷണം, അതിൻ്റെ വിഷ്വൽ ആൻഡ് ഓഡിയോ വെളിയിൽ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് MP ആയിരിക്കാൻ അവകാശമില്ല, അർഹതയില്ല. ഒരു പൊതുപ്രവർത്തകൻ സ്വീകരിക്കേണ്ട ഉന്നതമായ രാഷ്ട്രീയ മൂല്യം എന്ന നിലയിൽ രാജിവെച്ച് അന്വേഷണത്തെ നേരിടുകയാണ് വേണ്ടത്. അദ്ദേഹം കൊടുക്കുന്ന പരാതിയുടെ ഭാഗമായി അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് അതാണ്. കള്ളപ്പണം കോൺഗ്രസ് നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നു എന്നാണ് MP-യുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാവുന്നത്. ഇങ്ങനെ കള്ളപ്പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പരസ്യമായി സമ്മതിച്ച ഒരാളെ സ്ഥാനാർത്ഥിയായി വീണ്ടും നിർദ്ദേശിക്കുന്നത് അങ്ങേയറ്റം അനുചിതമാണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉടനെ പിൻവലിക്കണം. ഈ വിഷയത്തിൽ നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇലക്ട്രൽ ഓഫീസർക്കും ജില്ലയിലെ ഇലക്ട്രൽ ഓഫീസർ കം റിട്ടേണിംഗ് ഓഫീസർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാതികൾ നൽകുന്നുണ്ട്. ഇത്രയാണ് ഇനി പറയാം. അതെന്താന്ന് വെച്ചാൽ, ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ വിഷ്വലിനെ നമ്മൾ എങ്ങനെയാണ് നിഷേധിക്കുക? ഓഡിയോ ആണെങ്കിൽ അത് മിമിക്രിയാന്നൊക്കെ പറയാം. ഇത് അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹം എങ്ങനെയാണോ സംസാരിക്കുന്ന രീതി, ആ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ശാന്തമായിരുന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. ഞാൻ ആദ്യം യൂട്യൂബിൽ കണ്ടു, അതിനുശേഷം അതിൻ്റെ എൻലാർജ്ഡ് വെർഷൻ ഒരു ലാപ്ടോപ്പിൽ ഒന്ന് കണ്ടു. പിന്നീടാണ് TV മറ്റ് ചാനലുകൾ ഇത് സംപ്രേഷണം ചെയ്തപ്പോൾ അവരും അതിൻ്റെ സൈഡിൽ ഇത് ടെലികാസ്റ്റ് ചെയ്തതിന് പിന്നെ കാണാൻ പറ്റി. അതിൽ നിന്ന് വളരെ കൃത്യമാണ്. അങ്ങനെ ചെയ്ത ഒരാൾ ഇതാരുടെയെങ്കിലും തലയിൽ കുറ്റം ആരോപിക്കല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? അതിൽ നിന്ന് യാതൊരു അർത്ഥവുമില്ല. കുറ്റാരോപിതന ഒരാൾ നടത്തുന്ന അത്തരം ആക്ഷേപങ്ങൾക്ക് ഒരടിസ്ഥാനമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, ഇതൊക്കെ അല്ലാതെ അദ്ദേഹത്തിന് എന്താ പറയാൻ പറ്റുക?
നിങ്ങൾക്ക് ആർക്കും അന്വേഷിച്ചാൽ അറിയാം TV9 എന്ന ടെലിവിഷൻ ചാനലുമായി CPM എന്ത് ബന്ധമാണ്? ഞാനും ആദ്യമായിട്ടാണ് ഈ ചാനലിന്റെ TV Now എന്ന് കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് ചാനൽ. ഈ TV9 ഞാൻ മംഗലാപുരത്തുള്ള ദേശാഭിമാനി ഏജന്റ് റിപ്പോർട്ടറെ വിളിച്ചിട്ടാണ് ഏതാണ് ഈ ചാനൽ, ഈ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ചാനൽ ഏതാണ് അന്വേഷിച്ചപ്പോഴാണ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാനലാണ്. BJP നേതാക്കന്മാരുമായി ഇവർക്ക് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അത് BJP ഒരു തരത്തിലും ന്യായീകരിക്കാനും പോകുന്നില്ല. കോൺഗ്രസിന് കൊടുക്കാൻ വേണ്ടി അവരിങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ BJP-ക്കാരുണ്ടോ? അപ്പോൾ അത് അവർ പറയുന്നുണ്ട്. അവരതിന് ശേഷം ഒരു ക്ലാരിഫിക്കേഷൻ നൽകുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടിക്ക് വേണ്ടി ചെയ്തതല്ല, തെരഞ്ഞെടുപ്പ് അഴിമതി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ് എന്നും പറയുന്നുണ്ട്. CPM ജില്ലാ കമ്മിറ്റിക്കോ സ്റ്റേറ്റ് കമ്മിറ്റിക്കോ കേന്ദ്ര കമ്മിറ്റിക്കോ ഇതിൽ ഒരു ബന്ധമില്ല. നിങ്ങളെ പോലെ ഞങ്ങളും വാർത്ത കണ്ടതാണ്. തീർച്ചയായിട്ടും പുറത്തു വിടട്ടെ. അപ്പൊ ആ തെളിവുകൾ കിട്ടിയാൽ നിങ്ങൾ ചാനലാണോ പത്രമാണോ ഒന്ന് ടെലികാസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കൂടി അതൊന്ന് കാണണമല്ലോ. അതിൽ CPIM-മായി ബന്ധപ്പെട്ട ഒരുത്തരുണ്ടെങ്കിൽ ആ നിമിഷം അവന് പാർട്ടി സ്ഥാനം ഉണ്ടാവില്ല. കാരണം അങ്ങനെയുള്ള ഒരു കള്ളച്ചൂത് ഈ തെരഞ്ഞെടുപ്പിൽ കളിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് എത്രയോ മുമ്പിലാണ്. അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ എന്തിനാ അത് ചെയ്യേണ്ട കാര്യം? അല്ലല്ലല്ല, സെക്രട്ടറിയെ ബന്ധപ്പെട്ടാൽ മതി എന്നാണല്ലോ ഇദ്ദേഹം പറയുന്നത്. സെക്രട്ടറിയെ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്ന സെക്രട്ടറിമാരാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവരുടെ ക്വാളിറ്റിയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അതിനേക്കാളും നല്ലത് എന്നെ കൊണ്ട് CPM ജില്ലാ നേതൃത്വം ഇങ്ങനെ പറയിപ്പിച്ചു എന്ന് പറയുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്. അതിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ മത്സരിച്ചോളും, ഇപ്പൊ ഇതുകൊണ്ട് ഞാനൊന്നും അനങ്ങുന്നില്ല എന്ന് പറയുന്നതല്ലേ. അതൊക്കെ നടക്കും. അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെട്ടില്ലെങ്കിലും നടക്കും. ഇപ്പോൾ അഗ്രിക്കോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തട്ടിപ്പ് സംബന്ധിച്ച് കണ്ണൂർ പോലീസ് കേസെടുത്തു. അതിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടല്ലല്ലോ. അഗ്രിക്കോയ്ക്ക് വേണ്ടി ഇമ്പോർട്ട് ചെയ്ത മെഷീനറിക്ക് കസ്റ്റംസ് ഡ്യൂട്ടി എക്സംഷൻ വാങ്ങിച്ചു. വ്യവസായം നടത്തുന്നില്ലെങ്കിൽ ആ കസ്റ്റംസ് ഡ്യൂട്ടി തിരിച്ചു കൊടുക്കേണ്ടതാണ്. വ്യവസായം നടത്തിയതുമില്ല, കസ്റ്റംസ് ഡ്യൂട്ടി കിട്ടിയ എക്സംഷൻ തിരിച്ചു കൊടുത്തുമില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ റവന്യൂ റിക്കവറി നടപടി വന്നു. ഞങ്ങൾക്ക് വേണമായിരുന്നെങ്കിൽ ആ റവന്യൂ റിക്കവറിക്ക് സ്റ്റേ കൊടുക്കാതിരുന്നൂടെ? അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിക്കൂടെ? അങ്ങനെ ഒരു രാഷ്ട്രീയ വിരോധം ഞങ്ങൾക്കുണ്ടായത് ചെയ്ത് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ചു. കണ്ണൂർ കളക്ടറേറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം അർജി കൊടുത്താൽ ആ റവന്യൂ റിക്കവറിയുടെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും. ഞങ്ങൾ അയാളോട് അങ്ങനെ ഒരു വിരോധം കാണിച്ചിട്ടുണ്ട് കാലം വരെ. ഇല്ലെങ്കിൽ ആ ഒറ്റ കാരണം മതി അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പറ്റില്ല, റവന്യൂ റിക്കവറികളാക്കി മത്സരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് ആ സ്റ്റേ കൊടുത്തിട്ട് സാധാരണ മനുഷ്യൻ റവന്യൂ റിക്കവറി നടപടി വന്നാൽ ഒരു സ്റ്റേ ഹർജി തന്നാൽ അത് പരിഗണിക്കാറുണ്ട്. അവിടെ ഒന്നും രാഷ്ട്രീയ വിരോധം കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു 45-50 ലക്ഷത്തിൽ കൂടാറില്ല. അതിൽ കൂടുതൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ വർഷം വന്നത് 45 ലക്ഷമോ 46 ലക്ഷമോ മറ്റോ, കൃത്യമായി 75 പരിധി. ഞങ്ങളത് ഓരോ ബൂത്തിൽ നിന്നും കളക്ട് ചെയ്തെടുക്കുന്ന പണം സ്വരൂപിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. വാഹനങ്ങൾ, ഈ അനൗൺസ്മെന്റ് വാഹനവും ഈ പോസ്റ്ററിനും ചെലവും മാത്രമേ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി വഹിക്കാറുള്ളൂ. ബാക്കിയെല്ലാം താഴെ കമ്മിറ്റികളാണ് ഞങ്ങളുടെ ചെലവ്. ഒരു സ്ഥാനാർത്ഥി 5 പൈസയുടെ പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കില്ല, ചെലവഴിക്കാൻ പാടില്ല. അപ്പം ഞാൻ 3-4 തവണ തെരഞ്ഞെടുപ്പ് മത്സരിച്ച ആളാണ്. 5 പൈസ എൻ്റെ ചെലവ് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ചെലവഴിച്ചില്ല. കെട്ടിവെക്കുന്ന കാശ് ഉൾപ്പെടെ ഏതെങ്കിലും സംഘടന തരില്ല. ഇപ്പോൾ ഒരു പ്രദീപിന് കെട്ടിവെക്കാനുള്ള കാശ് കേരള സോപ്പിലെ തൊഴിലാളി യൂണിയൻ കൊടുത്തതാണ് 25,000 രൂപ. അതവിടെ അക്കൗണ്ട് ചേർത്ത് ആ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പിൻവലിച്ച് അതാണ് കെട്ടിവെക്കാൻ ഉപയോഗിച്ചത്. ഇതാണ് ഞങ്ങളുടെ ഒരു രീതി. എങ്ങനെ ഇടനിലക്കാർ?
അതെ, അത് ഇതിപ്പോ അതെ അതെ അത് പാടില്ല, അത് പാടില്ല. ഉദാഹരണത്തിന് അദ്ദേഹം ഇപ്പോൾ ഒരു അധികാര സ്ഥാനത്തുമില്ല, വെറും ഒരു MP മാത്രമാണ്. ഇവിടെ ഗവൺമെന്റിന്റെ ഭൂമിയാണ് വ്യവസായത്തിന് കിട്ടേണ്ടതെങ്കിൽ അദ്ദേഹം വിചാരിച്ചാൽ കിട്ടില്ല. അത് വ്യവസായികൾക്ക് നേരിട്ട് ഗവൺമെന്റിനെ സമീപിക്കാം. അതിന് ഒരു ഇടനിലക്കാരനായി അദ്ദേഹത്തെ ആരും നിയോഗിച്ചിട്ടില്ല. ഏത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കും അറിയാം പിന്നെ ഇദ്ദേഹം അല്ലാതെ ചെയ്യേണ്ടത്. പിന്നെ എന്തിനാണ് അദ്ദേഹം ഈ ചർച്ച നടത്താൻ പോയത്? അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ചർച്ച ചെയ്തു, ഇലക്ഷനുമായിട്ടുള്ള കാര്യമൊക്കെ അവരോട് ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഞാൻ അതിന് 5 കോടി ഉറുപ്പ്യ തരാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവരെ ഇറക്കി വിടണം. കഴിയുമെങ്കിൽ അല്ല, അദ്ദേഹം അവർ വന്ന് വ്യവസായത്തിന് സഹായിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പം അത്രയും പറഞ്ഞ ഒരാള് അതെ, അവരെന്നല്ലേ മറ്റവും പറയുന്നത് 5 കോടി ഉറുപ്പ്യ കൊടുക്കാന്ന്. പിന്നെ ഒരു പോർഷൻ മാത്രം നിങ്ങൾ വിശ്വസിക്കുകയും ഒരു പോർഷൻ മാത്രം വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് ഒരു സാങ്കേതികത്വം ഇല്ല. ഇത് മാർച്ച് മാസം 10-ാം തീയതിയാണ് ഇത് റെക്കോർഡ് ചെയ്തത്. മാർച്ച് 10 മുതൽ അവർ വേറെയും ആളുകളിൽ നിന്ന് ഇതുപോലുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്.